PSC പരീക്ഷാ ക്രമക്കേടിൽ SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് SITയുടെ തീരുമാനം. നൂറുകണക്കിന് പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. തെളിവുകൾ ശേഖരിച്ചതിന് പിന്നാലെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ബ്രാഞ്ച് IG അജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. നിലവിൽ ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. റോഷിപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. റോഷിപാൽ, വിശദാംശങ്ങൾ. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിലവിൽ ഒരു കേസാണെങ്കിൽ വൈകാതെ തന്നെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് പരാതികൾ ലഭിച്ചു. ആ പരാതികളിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തുകയും അവർ കൈമാറുന്ന തെളിവുകൾ പരിശോധിച്ച് പിന്നീട് അതിനുശേഷം PSC പരീക്ഷാ വിഭാഗത്തിലെ വിശദമായ പരിശോധനയും അവരുടെ ഉദ്യോഗസ്ഥന്മാരെന്ന് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുക. KS പരീക്ഷയും അതുപോലെ തന്നെ ആസൂത്രണ ബോർഡിലെ ചീഫ് അഭിമുഖത്തിലെ ക്രമക്കേടിലടക്കം നിരവധി പ്രധാനപ്പെട്ട പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്ന സൂചനകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തത്. ഇത് സംബന്ധിച്ച സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതി കൂടി ആവശ്യമാണ്. അനുമതി ലഭിക്കുന്ന മുറക്കായിരിക്കും കേസുകൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുക. ആദ്യഘട്ടത്തിൽ ഇത്രത്തോളം പരീക്ഷാ ക്രമക്കേട് പരാതികൾ ലഭിക്കുമെന്ന് സംസ്ഥാന സർക്കാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ആരോപണങ്ങൾ ഉയർന്നു. അത് സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ റിപ്പോർട്ടർ തന്നെ പുറത്തുവിടുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിക്കുകയും ചെയ്തത്. PSCയുടെ വിശ്വാസത്തെ വീണ്ടെടുക്കുക എന്നതാണ് ഈ അന്വേഷണത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കേസ് അത് ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ പരീക്ഷാ ക്രമക്കേടാണ്. അത് PSC തന്നെ അങ്ങനെയൊരു വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥന്മാരെ പ്രതി ചേർക്കാനുള്ള തീരുമാനമെടുത്തത്. ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ ഉടൻ കോടതിയിൽ സമർപ്പിക്കും. നേരത്തെ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ പ്രതിപട്ടികയിൽ ഉദ്യോഗസ്ഥന്മാരുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് ഉടൻ തന്നെ അത് സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതി ലഭിക്കുന്നവർക്ക് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.